ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വീനൂസ് കുക്കിംഗ്. ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂരിലെ പ്രസിദ്ധമായ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കാണ്. വണ്ടി പാർക്ക് ചെയ്ത് ക്ഷേത്രത്തിലോട്ട് നടന്നു പോകുമ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലും കുറേ ഷോപ്പുകൾ ഇങ്ങനെ കാണാം. 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ, അപ്പോഴേക്കും ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിലെത്തും. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് പ്രവേശിച്ചു. ഇനി ചെരുപ്പ് അഴിച്ചു വെച്ച് കാല് കഴുകി മുത്തപ്പനെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ക്യാമറ അങ്ങോട്ടേക്ക് അലൗഡല്ല. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴയുടെ കരയിലാണ്. നമുക്ക് വേണമെങ്കിൽ ഈ പുഴയിലൂടെ ഒരു ബോട്ട് സവാരി നടത്താം. അതിന് വേറെ തന്നെ ചാർജ് ഉണ്ട്. അങ്ങനെ നമ്മളിതാ കാലൊക്കെ കഴുകിയിട്ട് മുത്തപ്പനെ ദർശിക്കാൻ പോവുകയാണ്. ഇവിടെ ചില പ്രത്യേക ദിവസങ്ങളിൽ തിരുവപ്പനയും വെള്ളാട്ടവും കെട്ടിയാടാറുണ്ട്. ഭക്തർ തങ്ങളുടെ സങ്കടങ്ങൾ മുത്തപ്പനോട് പറയും. മുത്തപ്പൻ അതിനുള്ള പ്രതിവിധിയും പറഞ്ഞു കൊടുക്കും. ഈ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി അറിഞ്ഞ് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടെ എത്താറുണ്ട്. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഇവിടെ 12:30 ആയി. ഇവിടെ എല്ലാ ദിവസവും ഊണ് കിട്ടും. ഈ ക്ഷേത്രത്തിൽ ജാതിഭേദമന്യേ എല്ലാവർക്കും പോകാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ഊട്ടുപുര. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ തന്നെ ക്യൂ ആണ്. ഇന്ന് വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് തിരക്ക് കുറച്ച് കുറവാണ്. ഇവിടെ ഇങ്ങനെ പ്ലേറ്റ് കഴുകി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് പ്ലേറ്റ് എടുത്ത് തരും. ആ പ്ലേറ്റും കൊണ്ട് നമ്മൾ അകത്തോട്ട് പോയിട്ട് നമുക്ക് ചോറ് തരും. പിന്നെ ഒരു സാമ്പാറുണ്ടാവും, ഒരു മോര് കറി ഉണ്ടാവും. വെള്ളം വേണമെങ്കിൽ അവിടെ നിന്ന് എടുത്താൽ മതി. ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ടാവും. അതും കൊണ്ട് അവരവരുടെ സീറ്റിൽ പോയിട്ട് നമുക്ക് കഴിക്കാം. പണ്ട് ഇവിടെ നിലത്ത് പലകയിട്ടിട്ടാണ് ചോറ് കഴിക്കാനിരുന്നത്. ഇപ്പോൾ ഇത് ടേബിളും ചെയറൊക്കെയായി. ഞാനിവിടെ വന്നാൽ ഇവിടുന്ന് ചോറ് കഴിക്കാതെ പോകാറില്ല. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇവിടുത്തെ കറികൾക്കൊക്കെ. എടുത്ത ചോറ് കളയാതെ മുഴുവനും ഞാൻ കഴിക്കാറുണ്ട്. ചിലരൊക്കെ എത്രയാ ചോറൊക്കെ വേസ്റ്റ് ആക്കുന്നത്. ചോറ് കഴിച്ചു കഴിഞ്ഞ് നമ്മൾ തന്നെ പ്ലേറ്റെല്ലാം കഴുകി അതിൻ്റേതായ സ്ഥാനത്ത് വെക്കും, ഗ്ലാസും പ്ലേറ്റും ഒക്കെ. എന്നിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങും. മുത്തപ്പൻ്റെ ഇഷ്ടമൃഗം നായയാണ്. അമ്പലത്തിൻ്റെ അകത്തും പുറത്തും ഒക്കെ നായ്ക്കളെ കാണാൻ പറ്റും. ഇവിടെയാണ് കുട്ടികൾക്ക് ചോറൂണ് കൊടുക്കുന്ന സ്ഥലം. എൻ്റെ കുട്ടികൾക്ക് ഇവിടെ നിന്നാണ് ചോറ് കൊടുത്തത്. ഇവിടെ എപ്പോൾ പോയാലും ഈ ചായയും പ്രസാദവും ഇവിടെ കിട്ടും. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കമ്മലിൻ്റെ കുറേ കളക്ഷൻ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് കയറി കുറച്ച് വളകളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. പിന്നെ കൃഷ്ണൻ്റെയും മുത്തപ്പൻ്റെ എല്ലാം നല്ല കുറേ പ്രതിമകളുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ പറശ്ശിയിൽ നിന്ന് മടങ്ങുകയാണ്. See you next time. Bye. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. Thank you for watching.